കാത്തിരിപ്പുകൾക്കൊടുവിൽ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഒടുവിൽ റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഒരു നാട് മുഴുവൻ. ട്രെയിനുകൾ കടന്നുപോകുന്നതും കാത്ത് എറണാകുളം ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റിന് മുൻപിലെ യാത്രക്കാരുടെ കാത്തിരിപ്പിനാണ് ഒടുവിൽ വിരാമമാകുന്നത്. പദ്ധതി ആരംഭിച്ചത്. 2018 പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം വീണ്ടും വർഷങ്ങൾ നീണ്ടുപോയി. റെയിൽവേ പാളത്തിന് മുകളിലൂടെ 465 മീറ്റർ നീളത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. നടപ്പാതയും പാളത്തിന്റെ ഇരുവശത്തു നിന്നും മേൽപ്പാലത്തിലേക്ക് സ്റ്റെയറും നിർമ്മിച്ചിട്ടുണ്ട്. സർവീസ് റോഡുകളും സജ്ജം. ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് അതാണ് ഇപ്പം പൂർത്തീകരിച്ചത്. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രക്കാർക്കും പിന്നെ ശബരിമലക്കാർക്കും പൊതുവെ പുറത്തുനിന്ന് വന്ന മറ്റുള്ള ജില്ലക്കാർക്കും എല്ലാവർക്കും നല്ലതാണ്. ഈ പാലം വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്കാണ് ഏറ്റവും ഉപകാരം. ഇനി ഇതിൽ നടന്നു പോകാനാണെങ്കിലും ഈ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ഞങ്ങൾക്ക് പോകാനുള്ള സൗകര്യമായിട്ടുണ്ട്. ഇനിയുള്ള ആർക്കും ഈ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷമുണ്ട്. മേൽപ്പാലം തുറക്കുന്നതോടെ ചോറ്റാനിക്കര മുളന്തുരുത്തി റോഡിലെ ലെവൽ ക്രോസ് അടയ്ക്കുന്നത് മൂലമുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാകും. എറണാകുളത്തെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് ചെങ്ങോലപ്പാടത്ത് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായത്. മേൽപ്പാലം വേണമെന്നുള്ള വർഷങ്ങളുടെ ആവശ്യം, നിരവധി കടമ്പകളും വിവാദങ്ങൾക്കുമൊടുവിൽ ഇപ്പോൾ സ്വപ്ന സാക്ഷാത്കാരം. ക്യാമറമാൻ അഭിജിത്ത് AS-നൊപ്പം അൻമരിയ സനി, 24 കൊച്ചി.